ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജിനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. ഇന്ന് 16ാമത്തെ ദിവസം. പറയാൻ തുടങ്ങിയിട്ട് 15 ദിവസം കഴിഞ്ഞു. ഇന്ന് 16ാമത്തെ ദിവസം. 8ാമത്തെ അധ്യായം, അത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. 9ാമത്തെ അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാർട്ട്. നമ്മൾ അന്ന് പറഞ്ഞ് നിർത്തിയത് ഒരു ഗൃഹസ്ഥാശ്രമി എല്ലാ ദിവസവും പഞ്ചമഹായജ്ഞം നടത്തണം എന്നുള്ളതാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന അഞ്ച് തെറ്റുകൾ, 5 പാപങ്ങൾ. ഒന്ന്, ധാന്യങ്ങളുടെ ഉമിയും തവിടും കളയാൻ ഉരലിൽ ധാന്യങ്ങളിട്ട് ഉലക്ക കൊണ്ട് കുത്തുമ്പോൾ ധാരാളം ചെറിയ പ്രാണികൾ കൊല്ലപ്പെടുമ്പോഴുള്ള പാപം. ഭക്ഷണം പാകം ചെയ്യാനായി വിറക് കത്തിക്കുമ്പോൾ അസംഖ്യം സൂക്ഷ്മജീവികൾ ദഹിച്ചു പോകുന്നു. അരക്കുക അപ്പോഴും സൂക്ഷ്മജീവികൾ കൊല്ലപ്പെടുന്നു. പാത്രം കഴുകുക, ജലമുപയോഗിക്കുമ്പോൾ ചെറുജീവജാലങ്ങൾ കൊല്ലപ്പെടുന്നു. അടിച്ചുവാരി വൃത്തിയാക്കുമ്പോൾ സൂക്ഷ്മജീവികൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ ഏവരും ഓരോ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള കുറേ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമികൾ പഞ്ചയജ്ഞങ്ങൾ നടത്തിയിട്ട് വേണം ഓരോ ദിവസവും ഉറങ്ങാൻ എന്നാണ് സായി പറഞ്ഞിരുന്നത്. അപ്പം ഇത് സായീശ്വരൻ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഓരോ ദിവസവും കുറഞ്ഞത് 5 വീടുകളിൽ അദ്ദേഹം ഭിക്ഷാടനം ചെയ്യും. 5 വീടുകളിൽ നിർബന്ധമായിട്ട് പോകും. 5-ൽ കൂടുതൽ പോവും. 5 വീടുകളിൽ നിർബന്ധമായിട്ട് പോകും. ഈ ഓരോ 5 വീട്ടിലും അദ്ദേഹം ഈ 5 പാപങ്ങളുടെ കാര്യവും പഞ്ചമഹായജ്ഞത്തിൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹം അന്ന് ഷിർദിയിലെ 5 വീടുകളിൽ പോയി അത് പറഞ്ഞു. അതിനുവേണ്ടി പഞ്ചമഹായജ്ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യണം, എന്നിട്ടേ ഉറങ്ങാവൂ എന്ന് പറഞ്ഞത് അദ്ദേഹം പോയിട്ടുള്ള 5 വീടുകളിൽ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളെല്ലാ ലോകത്തിലെ എല്ലാ ജനങ്ങളും അതാത് ദിവസം ഈ 5 യജ്ഞങ്ങൾ നടത്തണം. നമ്മൾ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട്, ഈശ്വരന്റെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ഒരു ദിവസത്തിന്റെ അവസാനം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ 5 പാപങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഈ 5 പാപങ്ങൾക്ക് പരിഹാരം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് 5 യജ്ഞങ്ങൾ നടത്തുന്നത് പോലെ കുറച്ച് സമയം ധ്യാനിച്ചിട്ട് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചിട്ട് ഭഗവാനെ ഓർമ്മിക്കണം എന്നാണ് സായിബാബ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 5 പാപങ്ങൾ, ഈ 5 പഞ്ചമഹായജ്ഞങ്ങൾ നടത്താൻ വേണ്ടി അദ്ദേഹം ഓരോ ദിവസവും 5 വീടുകളിൽ കയറി ഇറങ്ങും. കുറഞ്ഞത് ആ 5 വീടുകളിലും അദ്ദേഹം
ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഷിർദിയിലെ സായി അവിടെ 5 വീടുകളിൽ പോയി ആ 5 വീട്ടുകാർ ഇത് അനുഷ്ഠിച്ചാൽ മതി എന്നുള്ള രൂപത്തിലല്ല. നമ്മളെല്ലാ ആൾക്കാരും ഓരോരോ ദിവസത്തിൻ്റെ അവസാനത്തിലും ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന ഈ പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം അതാത് ദിവസം തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കുറച്ച് സമയം യജ്ഞം നടത്തുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന ഇതിന് ക്ഷമ ചോദിക്കണം, മാപ്പ് ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ഭഗവാനെ സ്മരിച്ചിട്ട് അറിയാണ്ട് ചെയ്തു പോകുന്ന പാപങ്ങൾ ഇല്ലാണ്ടാക്കണം എന്നാണ് നമ്മൾ ഇന്നലത്തെ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 9-ാം അധ്യായം ഭിക്ഷാടനം എന്നാണ് ഹെഡിങ്. ഭിക്ഷാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭിക്ഷാടനം ചെയ്തിട്ടാണ് ഉപജീവന മാർഗം കഴിച്ചത്. സ്വാമിമാർക്ക് ലൗകിക ജീവിതത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത, ലൗകിക ജീവിതത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഭിക്ഷ ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർ അതാ ദിവസം ഭിക്ഷ ചെയ്തിട്ട് കിട്ടുന്ന അതിനെ കൊണ്ടാണ് അവർക്ക് കഴിയുന്നത്. ബാബയുടെ ഭക്ഷണ രീതിയെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ ആരൊക്കെ വരുന്നുണ്ടോ ആ വരുന്നയാൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും. ഏതെല്ലാം ജീവജാലങ്ങൾ സമീപത്തുണ്ടോ ആ സമീപത്തുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മളിൽ എല്ലാ ആൾക്കാരിലും എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണ് വസിക്കുന്നത് എന്ന പാഠം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങനെയുള്ള ജീവികളെ ഇരുത്തണം എന്നുള്ള രൂപത്തിലല്ല. നമ്മളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് അവരിലും ഉള്ളത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ സ്വീകരിക്കുന്ന ഓരോരോ മാർഗത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. സായി ലീലകൾ അനുപമമാണ്. സായീശ്വരനെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഭക്തിയോടെ നിശ്ചയിച്ചാൽ അത് പിന്നീട് മറന്നാലും അവിടെ നിന്ന് അക്കാര്യം ഓർമ്മിപ്പിക്കും. അതാ സായീശ്വരന് കൊടുക്കണം എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് മറന്നുപോകും. നമ്മളെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ പ്രാർത്ഥനകളെ കുറിച്ചിട്ട് ചിലപ്പോൾ മറന്നുപോയാലും ഋഷീശ്വരന്മാർ അത് ഓർമ്മിപ്പിക്കും. ഇങ്ങനെ ചെയ്യാനില്ലായിരുന്നോ, ഇങ്ങനെ വിചാരിച്ചിട്ടില്ലേ എന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിക്കും. അവിടെ നിന്ന് ആ കാര്യം ഓർമ്മിപ്പിക്കും, സ്വീകരിക്കും. അങ്ങനെ ഭക്തനെ ആ കടത്തിൽ നിന്ന് മുക്തനാക്കും. നമ്മൾ അങ്ങനെ ചെയ്യും, അങ്ങനെ സായീശ്വരന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ രൂപത്തിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അത് ഓർമ്മിപ്പിക്കാൻ ഇടയാക്കരുത്. ഓർമ്മിപ്പിക്കാതെ തന്നെ അത് ചെയ്തു തീർക്കണം. ഇല്ലെങ്കിൽ അത് ഭഗവാനോടുള്ള ഒരു കടമായിട്ട് എന്നെന്നും നിലനിൽക്കും. കടത്തിൽ നിന്ന് മുക്തനാക്കും. രസകരമായൊരു സായിലീലകൾക്കു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം കേൾക്കൂ എന്ന് പറയുന്നു. രാമചന്ദ്രൻ ആത്മാരാം, സായിയുടെ മഹാഭക്തരിൽ ഒരാൾ. സായീശ്വരന്റെ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്തന്റെ പേരാണ് രാമചന്ദ്രൻ ആത്മാറാം. പ്രാർത്ഥന സമാജക്കാരനായിരുന്നതിനാൽ ആരുടെയും പടം വെച്ച് പൂജിക്കുന്നതിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു ഈശ്വരന്റെയും പടം വെച്ച് പൂജിക്കുന്നതിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹത്തെക്കാൾ ഭക്തരായിരുന്നു ഭാര്യയും പുത്രനും. അവധിക്കാലമായപ്പോൾ ഭാര്യയ്ക്കും മകനും ഷിർദിയിൽ പോകാൻ ആഗ്രഹമായി. അപ്പോൾ ഒരച്ഛൻ, അമ്മ, ഒരു മകൻ. അച്ഛനെ ഈ പടം വെച്ചിട്ട് പൂജ നടത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല, വിശ്വാസം ഇല്ല. അദ്ദേഹത്തിനേക്കാളും ഭക്തരായിരുന്നു ഭാര്യയും മകനും. അവർക്ക് ഒരു അവധിക്കാലം വന്നപ്പോൾ അവർക്ക് ഷിർദിയിലെ സായീശ്വരനെ കാണാൻ വേണ്ടി പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. മകൻ എന്നും സായിയെ പൂജിച്ച് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷമേ ജലപാനം ചെയ്യുകയുള്ളൂ. മകന്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സായീശ്വരനെ പൂജിക്കും, ഫോട്ടോ വെച്ചിട്ട് പൂജിച്ചിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ജലപാനം ചെയ്യും. അദ്ദേഹം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യണ്ടെങ്കിൽ ഈ പൂജ കഴിയണം. അത്ര സ്ട്രിക്റ്റായിട്ട് പൂജ ചെയ്യുന്ന ഒരു മകനായിരുന്നു അത്.
അച്ഛൻ അക്കാര്യം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പു നൽകി. എന്നാൽ താൻ പോയാൽ പൂജ മുടങ്ങുമല്ലോ എന്നായിരുന്നു പുത്രന്റെ വിഷമം. അവധിക്കാലം വന്നു. അവധിക്കാലത്ത് അമ്മയും മകനും സായീശ്വരനെ കാണാൻ ഷിർദിയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷേ എല്ലാ ദിവസവും ചെയ്യുന്ന പൂജ എന്ത് ചെയ്യും, അത് മുടങ്ങിപ്പോവല്ലോ എന്നുള്ള ഒരു തോന്നിച്ച മകന്. കാരണം അച്ഛൻ ഇങ്ങനെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന സമ്പ്രദായം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ആ പൂജ ചെയ്യോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം മകനുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ഉറപ്പ് നൽകി. അച്ഛൻ അക്കാര്യം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ അമ്മയും മകനും കൂടി കുറച്ച് ദിവസം സായി സന്നിധിയിൽ കഴിയാനായി യാത്ര തിരിച്ചു. കുറച്ച് ദിവസം സായീശ്വരന്റെ കൂടെ കഴിയാൻ വേണ്ടി അമ്മയും മകനും ഷിർദിയിലേക്ക് പോയി. അടുത്ത ദിവസം പിതാവ് രാവിലെ ഉണർന്നു കുളിച്ചു, പൂജാമുറിയിലെത്തി. സായീശ്വരന്റെ ചിത്രത്തിനു മുന്നിൽ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു. പ്രഭോ, അവിടുത്തെ പൂജ ഹൃദയംഗമായി ചെയ്യാൻ അനുഗ്രഹിക്കണേ. എൻ്റെ മകൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ എന്നെ അനുവദിക്കണേ. എൻ്റെ പൂജ വെറുമൊരു പ്രകടനമായി തീരരുതേ. പിന്നീട് പൂജ തുടങ്ങി. നൈവേദ്യമായി കൽക്കണ്ടം സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഓഫീസിൽ പോയി. നൈവേദ്യം മാറി മാറി എന്തെങ്കിലും നൈവേദ്യം കൊടുക്കും. അന്ന് ഒരു ദിവസം കൽക്കണ്ടി കൊടുത്തു. അദ്ദേഹം മകൻ ചെയ്യുന്നത് പോലെ തന്നെ ഏകദേശം പൂജ ചെയ്തു. ഒന്ന് തെറ്റുപറ്റണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു, സായീശ്വരനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം ഓഫീസിൽ പോയി. മകന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ താർക്കാട് സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. രാമചന്ദ്രൻ ആത്മാറാം പേരുള്ള അയാൾ സന്തുഷ്ടനായിരുന്നു. അന്ന് പതിവ് പോലെ താർക്കാട് ഉച്ചക്ക് ഊണ് കഴിക്കാനായി ഓഫീസിൽ നിന്നും വന്നു. മറ്റൊരു ദിവസം അവർ കുറച്ച് ദിവസം സായീശ്വരന്റെ അടുക്ക താമസിച്ചിട്ടേ വരും എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ 1-2 ദിവസമെല്ലാം ഇദ്ദേഹം കൃത്യമായി ഓർമ്മിച്ചിട്ട് പൂജ ചെയ്തു. അടുത്തൊരു ദിവസം 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസമോ അദ്ദേഹം ഊണ് കഴിക്കാനായി ഓഫീസിൽ നിന്ന് വന്നു വീട്ടിൽ വന്നു. ആഹാരശേഷം പ്രസാദം കഴിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം ഞെട്ടലോടെ അക്കാര്യം ഓർത്തത്. ഇന്ന് രാവിലെ നിവേദ്യം വെച്ചില്ല. 3-4 ദിവസം 2-3 ദിവസം ചെയ്തു. പിന്നെ ഒരു ദിവസം അദ്ദേഹം വെച്ചില്ല. അത് ഉച്ചക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്തെ ഓർമ്മയുണ്ടു. താൻ എങ്ങനെയോ മറന്നുപോയി. താർക്കാടിന് വലിയ വിഷമമായി. താൻ മകനോട് ചെയ്യുന്നു പറഞ്ഞതല്ലേ, പക്ഷെ ഒരു ദിവസം ഇങ്ങനെ പറ്റിയല്ലോ എന്നുള്ളൊരു തോന്നിച്ച് അദ്ദേഹത്തിനുണ്ടായി. തൻ്റെ പ്രവൃത്തി വെറുമൊരു പ്രകടനം തന്നെ ആയല്ലോ എന്ന കുറ്റബോധവും ഉണ്ടായി. ഒരു ദിവസം പൂജ മുടങ്ങിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിനൊരു കുറ്റബോധവും ഉണ്ടായി മനസ്സിൽ. താർക്കാട് രാമചന്ദ്രൻ ഇക്കാര്യങ്ങളെല്ലാം എഴുതി ബാബയോട് ക്ഷമ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മകന് കത്തയച്ചു. അയാൾ അപ്പാട് എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിലെ ഇൻലൻഡ് എടുത്ത് ബാബക്കൊരു കത്തെഴുതി. മകൻ എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ കൃത്യമായി ചെയ്തു വന്നിരുന്നു. പക്ഷെങ്കിൽ അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ അത് മുടങ്ങിപ്പോയി, അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാബക്കൊരു കത്തയച്ചു. ഇയാൾ ഇവിടുന്ന് ഷിർദിയിലേക്കൊരു കത്തയച്ചു. ഇനി ആ ദിവസം ഉച്ചക്ക് സായീശ്വര സന്നിധിയിൽ നടന്നത് എന്താ നോക്കാം. ആ പൂജ മുടങ്ങിയ ദിവസം അച്ഛനും അമ്മയും മോനും ഷിർദിയിലുണ്ടല്ലോ. അമ്മയും മോനും അവിടെ ഉള്ളേരം ബാബ താർക്കാടിന്റെ ഭാര്യയോട് ചോദിച്ചു, അമ്മേ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. ഉച്ച സമയമല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഒരുവിധം അകത്ത് കടന്നു. പക്ഷേ എനിക്കൊന്നും അവിടെ കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടാ, ആ പൂജ മുടങ്ങിയ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അച്ഛൻ രാമചന്ദ്രൻ താർക്കാട് എന്ത് ചെയ്തു, ബാബക്കൊരു കത്തയച്ചു. ഇന്നിങ്ങനെ ചില കാരണങ്ങളാൽ പെട്ടെന്ന് മറന്നുപോയി, അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കത്തയച്ചു. അന്ന് ഷിർദിയിൽ നടന്നത് എന്താ, ഉച്ചക്ക് തന്നെ ആ പൂജ മുടങ്ങിയ ദിവസം തന്നെ ഷിർദിയിൽ ആ സായി ഈ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ പൂജാമുറിയിൽ പോയി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. പൂജാമുറിയിൽ പോയി നോക്കുമ്പോൾ നിവേദ്യമായിട്ട് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിരാശനായിട്ട് മടങ്ങി എന്ന് പറഞ്ഞു. എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഒരുവിധം അകത്ത് കടന്നു. പക്ഷെ എനിക്കൊന്നും അവിടെ കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിശപ്പടക്കാൻ കഴിയാതെ മടങ്ങി. അമ്മക്ക് കാര്യം മനസ്സിലായില്ല. സായി എന്താ പറഞ്ഞതെന്ന് പെട്ടെന്ന് അമ്മക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന മകന് മനസ്സിലായി. അടുത്ത് തന്നെ ഇരുന്ന മകന് കാര്യം മനസ്സിലായി. അച്ഛൻ എന്തോ പൂജ ചെയ്യാൻ അച്ഛൻ മറന്നുപോയോ മറ്റോ ഉണ്ടോ എന്നുള്ളൊരു സംശയം അപ്പാട് തന്നെ മകന്റെ മനസ്സിൽ വന്നു. അയാൾ ബാബയോട് താൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് പൂജ ചെയ്യാമെന്ന് പറഞ്ഞു.
പക്ഷെ സായി സമ്മതിച്ചില്ല. അവിടെ തന്നെ പൂജ അർപ്പിക്കാൻ അനുവദിച്ചു. നീ സാരമില്ല, പ്രശ്നമില്ല, നീ അവിടെ ചെയ്യേണ്ട പൂജ ഇപ്പൊ ഇവിടുന്ന് ചെയ്, അതിന് പരിഹാരം ഇവിടെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. മകൻ ഈ കാര്യങ്ങളെല്ലാം എഴുതി പിതാവിന്. മകൻ എന്ത് ചെയ്തു? അപ്പാടൻ അച്ഛന് കത്തയച്ചു. അച്ഛൻ ഇന്ന ദിവസം പൂജ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ള വിവരം ചോദിച്ച് അച്ഛന് കത്തയച്ചു. ഈ സമയം അവിടെ നിന്ന് അയച്ച കത്ത് ഇങ്ങോട്ട് വരികയാണല്ലോ. ഏതായാലും രണ്ടിടത്തും കത്ത് കിട്ടിയത് ഒരേ ദിവസം. അച്ഛനയച്ച കത്ത് ഷിർദിയിൽ കിട്ടി. ആ ദിവസം തന്നെ മകനയച്ച കത്ത് അച്ഛനും കിട്ടി. ഒരേ ദിവസം തന്നെ. കത്ത് വായിച്ച് അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഭക്തരോടുള്ള അവിടുത്തെ കൃപാപൂരം കണ്ട് പിതാവിൻ്റെ ഹൃദയം ആർദ്രമായി. അച്ഛന് ഭയങ്കര വിഷമം തോന്നി. അന്ന് മകൻ ബാബ ഇത് അറിഞ്ഞു, ഷിർദിയിലുള്ള ബാബ ഇത് അറിഞ്ഞു എന്ന് പൂജ മുടങ്ങിപ്പോയ വിവരം ഷിർദിയിൽ ജീവിച്ചിരിക്കുന്ന ബാബ അറിഞ്ഞു. മാത്രമല്ല തൻ്റെ മകനോടും ഭാര്യയോടും അദ്ദേഹം അത് ചോദിച്ചു എന്ന് മനസ്സിലായാലും അച്ഛന് ഭയങ്കരമായ വിഷമമുണ്ടായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങുള്ള കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം അമ്മയും മകനും ഷിർദിയിലേക്ക് വരുമ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പൂജ അച്ഛനെ ഏൽപ്പിച്ചിനോ ഇല്ലയോ എന്നൊന്നും ബാബ അറിയില്ല. ബാബയോട് പറഞ്ഞിട്ടുമില്ല ആ കാര്യം. പക്ഷേ അന്ന് പൂജ മുടങ്ങിയ അതേ ദിവസം തന്നെ ഷിർദിയിലിരിക്കുന്ന ബാബക്ക് അത് അനുഭവം ഉണ്ടായി. അനുഭവം ഉണ്ടായി എന്ന് മാത്രമല്ല, അത് അമ്മയോടും മകനോടും ചോദിക്കുകയും ചെയ്തു. അമ്മക്കും മകനും മനസ്സിലായി. അമ്മ ആ ദിവസം തന്നെ മകനയച്ച കത്ത് അച്ഛനും കിട്ടി, അച്ഛനയച്ച കത്ത് മകനും കിട്ടി. പരസ്പരം ഇങ്ങനെ ഒരു പൂജ പോയത് ബാബ അറിഞ്ഞല്ലോ എന്നുള്ള ജാള്യത അച്ഛൻ്റെ മുഖത്തുണ്ടായി. പക്ഷെ പരിഹാരം ബാബ അപ്പാടന്നെ ചെയ്യിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഋഷീശ്വരന്മാർ അവരറിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാഭക്തനായിരുന്നു ഈ മകൻ്റെ അമ്മ. അവർ ഉച്ചക്ക് ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന സമയം ഭക്ഷണം വിളമ്പിയതേയുള്ളൂ. ആ നിമിഷം തന്നെ വിശന്ന് വലഞ്ഞ ഒരു നായി അടുക്കള വാതിൽക്കലെത്തി. അവർ കഴിക്കാൻ വെച്ചിരുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് നായക്ക് കൊടുത്തു. ഒരു നായ അവിടെ വന്നു. ഷിർദിയിലെ ഈ അമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്തു? കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അതിൽ നിന്ന് കുറച്ചെടുത്ത് നായ്ക്ക് കൊടുത്തു. ആ നിമിഷം തന്നെ ചെളിയിൽ ഉരുണ്ട് കിടന്ന ഒരു പന്നിയും അവിടെ എത്തി. ഒരു പന്നിയും ആ സമയത്ത് അവിടെ കയറി വന്നു. അമ്മ ആ കുറച്ച് ഭക്ഷണം പന്നിക്കും കൊടുത്തു. ഉച്ച കഴിഞ്ഞ് അവർ സായിനാഥനെ ദർശിക്കുന്നതിനായി മസ്ജിദിലെത്തി. ഉച്ച കഴിഞ്ഞ് ആ അമ്മ മകനും സായിയെ കാണാൻ വേണ്ടി ഷിർദിയിലെത്തി. ബാബ വാത്സല്യപൂർവ്വം അവരെ നോക്കി പുഞ്ചിരി തൂകി. അവിടുന്ന് അരുളി, അമ്മേ സന്തോഷമായി, ഇന്നെന്നെ മുക്കറ്റം മൂട്ടി അല്ലേ, എനിക്ക് നല്ലപോലെ ഭക്ഷണം തന്നു അമ്മ, അതിന് സന്തോഷമായി എന്ന് പറഞ്ഞു. അങ്ങോട്ട് വന്നപ്പോൾ എന്തൊരു വിശപ്പായിരുന്നു എന്നോ. ഇങ്ങനെ തന്നെ വേണം ഇനിയും ചെയ്യാൻ. കാരണം ഇത്തരം പ്രവൃത്തികളെ നിങ്ങൾക്ക് പിന്നെ സഹായകമായി തിരികെയുള്ളൂ. ഇത്തരം പ്രവൃത്തിയാണ് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിലെ സഹായമായിട്ട് വരിക. ഈ മസ്ജിദിലിരുന്ന് ഞാൻ ഒരിക്കലും പൊളി പറയില്ല. വിശക്കുന്നവനെ ആദ്യം മുട്ടുക, പിന്നെ സ്വയം ഉണ്ണുക. ബാബ പറഞ്ഞതാ അവരോട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് അമ്മക്ക് മനസ്സിലായി. പാപ സ്ത്രീക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ബാബ പറഞ്ഞു, അമ്മ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ വിശന്ന് വലഞ്ഞു വന്ന നായ ഞാനായിരുന്നു. ദേഹം മുഴുവനും ചെളി പുരണ്ടു വന്ന പന്നിയും ഞാൻ തന്നെ. ഞാൻ ചിലപ്പോൾ നായ, ചിലപ്പോൾ പന്നി, ചിലപ്പോൾ ഈച്ച, പൂച്ച, ഉറുമ്പ്, ഇങ്ങനെ വിഭിന്ന രൂപങ്ങളിൽ പ്രപഞ്ചത്തിൽ ശരിക്കും നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ആ ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കാര്യം ബാബ ഇവരെ ഉണർത്തിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഋഷീശ്വരന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഇത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇവർക്കാകുമ്പോൾ ഇവരെ മനസ്സിലത് ഉറക്കും. ഇവരെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഇവരായ അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് പല ആൾക്കാരിലും എത്തുമ്പോൾ ഈ കാര്യം നല്ലതുപോലെ എല്ലാ ആൾക്കാരിലും എത്തും. ഇങ്ങനെയാണ്
ബാബ ആ കാലഘട്ടത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഇങ്ങനെയാ പഠിപ്പിച്ചിരുന്നത്. സായിയുടെ അരുളപ്പാട് കേട്ട് അവരുടെ മെഴികൾ ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. ഒരിക്കൽ ഈ അമ്മ തന്നെ ഇപ്പം 3 അനുഭവമായേ, രണ്ടനുഭവം പറഞ്ഞു, മൂന്നാമത്തേതായി ഇത്. അമ്മ ഒരു പരിചയക്കാരിയുടെ കൈവശം ബാബക്ക് ബരീദും കചാരിയും ഉണ്ടാക്കി കൊടുക്കാനായി 2 വഴുതിനിങ്ങ കൊടുത്തു വിട്ടു. ഈ അമ്മ 2 വഴുതിനിങ്ങ വാങ്ങിയിട്ട് ഷിർദിയിലേക്ക് പോകുന്ന അതിലെ കൂടി അവർ താമസിക്കുന്നതിൻ്റെ മുന്നിലെ കൂടി ഷിർദിയിലേക്ക് പോകുന്ന അവരെടുക്ക 2 വഴുതിനിങ്ങ കൊടുത്തേച്ചു. ബാബക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ഇതിനെ കൊണ്ട് ഒരു കറിയാക്കിയിട്ട് ബാബക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. സായീശ്വരൻ ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ശ്രീമതി പുരന്ദരെ ബരീദ് വിളമ്പി അവർ പറഞ്ഞ ഭക്ഷണം. ബാബക്ക് അത് ഇഷ്ടമായി. പിന്നീട് എല്ലാവർക്കും അത് വിളമ്പി. കുറച്ചു കഴിഞ്ഞപ്പോൾ കചേരി അവിടെ നിന്ന് ആവശ്യപ്പെട്ടു. ബരീദ് മാത്രം 2 കറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ബരീദും കചേരിയും പച്ചക്കറീനെ കൊണ്ട് ഉണ്ടാക്കുന്ന 2 വിഭവങ്ങളാണ്. കചേരിയൊക്കെ ആവശ്യപ്പെട്ടു. ആ സമയം ശ്രീമതി പുരന്ദരെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വഴുതിരിങ്ങ കിട്ടുന്ന സമയവുമല്ല. എന്തു ചെയ്യും? ബാബയുടെ ആവശ്യം രാധാകൃഷ്ണ ബായിയെ അറിയിച്ചു. ബാബ കചേരിയ വഴുതിനിങ്ങനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. ബാബ അത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ആ സമയം വഴുതിനിങ്ങ കിട്ടുന്ന സമയവുമല്ല. ഇതെങ്ങനെയാണ് ബാബ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെയാണ് ബാബക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക? ശ്രീമതി പുരന്ദരയുടെ കൈവശം ഉണ്ടാകുമോ എന്നറിയാൻ അവർ തിരക്കി. ബരീദ് കൊണ്ടുവന്നത് അവരായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേഹം തോന്നിയത്. അങ്ങനെ പുരന്ദരൻ്റെ അടുക്ക് ചോദിച്ചു. താമസിയാതെ പുരന്ദരയെ കണ്ടുപിടിച്ചു. കചേരിയുടെ കാര്യം പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും ആ സത്യം വെളിപ്പെട്ടത്. തൻ്റെ ഭക്ത കൊടുത്തുവിട്ട നൈവേദ്യം സ്വീകരിക്കുന്നതിനാണ് ബാബ തിടുക്കം കൊണ്ടത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ആ ഭക്ത കൊടുത്തയച്ച 2 വഴുതിനിങ്ങനെ കൊണ്ട് ഇന്ന കറി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞയച്ചിട്ടാണ് അവർ കൊടുത്തയച്ചത്. അത് ആ സമയത്ത് അത് കിട്ടാത്തത് കൊണ്ട് ബാബ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതാണ് അവർക്ക് മനസ്സിലായ. വഴുതിനിങ്ങ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, എങ്ങനെ ഉണ്ടാക്കുവാന്ന്. അപ്പോൾ ആ മറ്റേ ആദ്യത്തെ ഭക്ഷണം കൊണ്ടുവന്ന് അവരിടയ്ക്ക് അത് ഉണ്ടാവോ എന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് താർക്കണ്ട് കൊടുത്തു വിട്ട വഴുതിനിങ്ങ കൊണ്ട് ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട വിധം പാചകം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സായീശ്വരൻ്റെ അന്തര്യാമിത്വം എല്ലാവരും അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഈ 9ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് ഭിക്ഷാടനം എന്നാണ്. അപ്പോൾ സായീശ്വരൻ്റെ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഒരു ശക്തി ഒരേ ശക്തി തന്നെയാണ് എന്ന് തെളിയിക്കാനും, അതുപോലെ തന്നെ ദൂരസ്ഥലത്താണെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഋഷീശ്വരന്മാർ അറിയുന്നുണ്ട് എന്ന കാര്യവും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തിൽ കൂടി ഈ ഹേമന്ത് പന്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമന്ത് പന്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ബാബ തന്നെയാണല്ലോ. അങ്ങനെ 2-3 അനുഭവങ്ങൾ ആദ്യം പറഞ്ഞ പോലെ പഞ്ചമഹായജ്ഞത്തിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ബാബ 3 ഉദാഹരണങ്ങൾ ബാബ നമ്മുടെ ഹൃദയവാസിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ദൂരസ്ഥലത്തിരിക്കുന്ന സംഭവം പോലും ഇങ്ങ് ഷിർദിയിൽ വിട്ടിട്ട് ബാബ എവിടെയും പോയിട്ടില്ല. ഷിർദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൂരസ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ ബാബ അറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. 1915 നോക്കണം. 1915 ഡിസംബർ ഗോവിന്ദ ബലറാം മങ്കാർ പിതൃശ്രാദ്ധമൂട്ടാനായി ഷിർദി യാത്രക്കൊരുങ്ങി. ഒരു ശ്രാദ്ധമൂട്ടാൻ വേണ്ടിയിട്ട് ഷിർദിയിലേക്ക് പോകാൻ ഒരുങ്ങി. ശ്രീമതി താർക്കടെ ഈ വിവരമറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും സായീശ്വരന് കൊടുത്തു വിടണമെന്നായി. എന്തെങ്കിലും ഒരു നിവേദ്യമായി കൊടുത്തുവിടാൻ വീട് മുഴുവനും തിരഞ്ഞു. എന്തെങ്കിലും ബാബക്ക് ഷിർദിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാലേ, ഇപ്പം നമ്മൾ ഈ ഈശ്വരൻ്റെ സന്നിധാനത്ത് ആരെങ്കിലും പോകുമ്പോൾ നമ്മൾ അവിടെ പോകുന്നില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും വസ്തുവകകൾ അവരെടുക്ക കൊടുത്തേക്കുമല്ലോ. അതേപോലെ ഇവിടെ ഷിർദിയിലേക്ക് പോകുന്ന ഒരാളെ കിട്ടിയരും ഈ താർക്കടയെന്ന് പറയുന്ന ഗോവിന്ദ് ബലറാം അച്ഛൻ്റെ ശ്രാദ്ധം മൂട്ടാൻ വേണ്ടിയിട്ടാണ് ഷിർദിയിലേക്ക് പോകുന്നത്. അപ്പോൾ താർക്കടെ ഈ വിവരം അറിഞ്ഞ് എന്തെങ്കിലും സായീശ്വരന് കൊടുത്തുവിടണം എന്ന് തോന്നി. ഒടുവിൽ കിട്ടിയത് നേദിച്ച ഒരു മാത്രം, ഒരു പേടയാണ് കിട്ടിയത്. അവർ അതെടുത്ത് ഗോവിന്ദൻ്റെ കയ്യിൽ ഭക്തിപൂർവ്വം നൽകി. അതെടുത്തിട്ട് ഗോവിന്ദ് ബലറാം മങ്കാർ എന്ന ആളുടെ കൈമേൽ കൊടുത്തു, ഭക്തിപൂർവ്വം നൽകി. ബാബക്ക് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ബാബക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞു. ഗോവിന്ദ് ഷിർദിയിലെത്തി.
പേട മുറിയിൽ നിന്ന് എടുക്കാൻ മറന്നു. പേട മുറിയിൽ വെച്ചതാ. പേടനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മിച്ചില്ല. ഒരു ഭക്ത കൊടുത്തയച്ചതാണ് ബാബക്ക് കൊടുക്കാൻ വേണ്ടി. ഇദ്ദേഹം മുറിയിൽ വെച്ച് കുളിച്ചിട്ട് ബാബനെ കാണാൻ വേണ്ടി പോയി. ഈ പേട എടുക്കാൻ മറന്നുപോയി. സായീശ്വരനെ ദർശിച്ചു. ഉച്ചക്ക് വീണ്ടും ദർശനത്തിനെത്തിയപ്പോഴും 2 പ്രാവശ്യം, രാവിലെയും എത്തി, അന്നേരവും മറന്ന്, ഉച്ചക്കും അദ്ദേഹം എടുക്കാൻ മറന്നുപോയി. ഓർമ്മയില്ലേന്നു. ഇത്തവണ ബാബ തിരക്കി. നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഗോവിന്ദ ബലറാമോട് ബാബ അങ്ങോട്ട് ചോദിച്ചു. നീ എനിക്ക് തരാൻ വേണ്ടി എന്തോ കൊണ്ടുവന്നിനാ? അപ്പോഴും ഒന്നുമില്ലെന്ന് തന്നെയായിരുന്നു മറുപടി. ഇല്ല, ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും ബാബനെ കാണാൻ വേണ്ടി വന്നതാണ്, പ്രത്യേകിച്ചിട്ട് ഞാനൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ സായീശ്വരൻ ചോദിച്ചു, നീ യാത്ര തിരിച്ചപ്പോൾ ആ അമ്മ എനിക്കൊരു മധുരപലഹാരം തന്നു വിട്ടില്ലേ? അതെവിടെ? നീയൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ശരി. പക്ഷേ നീ ഇങ്ങോട്ടേക്ക് ഷിർദിയിലേക്ക് വരുമ്പോൾ നിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരമ്മ എനിക്ക് തരാൻ വേണ്ടി ഒരു മധുരപലഹാരം നിന്റെ കൈമ തന്നിട്ടില്ലായിരുന്നു? അതെടുത്തു. അതെവിടെ പോയി? ഹാവു, ഗോവിന്ദ ബലറാം വല്ലാതെയായി പോയി. ലജ്ജയോടെ അയാൾ താമസ സ്ഥലത്തെ കോടി ശ്രീമതി താർക്കടെ കൊടുത്തുവിട്ട പേടയുമായി തിരിച്ചെത്തി. പേടയുമായിട്ട് വേഗം ഓടി തിരിച്ചെത്തി. മാപ്പിരുന്നു കൊണ്ട് അത് ബാബയുടെ തൃക്കൈകളിൽ കൊടുത്തു. ബാബ, തെറ്റുപറ്റിപ്പോയി, മാപ്പ് ഓർമ്മയിലുണ്ടായിപ്പോയി, ഞാൻ വെറുതെ വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ബാബൻ്റെ കാല് തൊട്ട് വന്നിച്ചു. കയ്യിൽ കിട്ടിയ ഉടൻ ബാബ അത് കഴിക്കുകയും ചെയ്തു. ബാബൻ്റെ കയ്യിൽ കിട്ടിയപ്പാട് ബാബ അത് കഴിക്കുകയും ചെയ്തു. തൻ്റെ ഭക്ത വളരെ സ്നേഹപൂർവ്വം കൊടുത്തയച്ചതല്ലേ, അതെന്തായിക്കോട്ടെ, മധുരായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ, ഭക്ത കൊടുത്തയച്ചതല്ലേ എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ബാബ അപ്പാടത് കഴിച്ചു. അങ്ങനെ ഒരിക്കൽ കൂടി ശ്രീമതി താർക്കടയുടെ ഭക്തി അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ തന്നെയാണ് താർക്കടെ. രാമചന്ദ്ര എന്ന് പേരുള്ള അവരുടെ ഭാര്യ. അവരുടെ ഭക്തി ഒന്നുകൂടി ഉറപ്പിച്ചു, അംഗീകരിക്കപ്പെട്ടു. ഓരോ ഭക്തനും അവൻ്റെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ഫലം നൽകി സായീശ്വരൻ അനുഗ്രഹിക്കുന്നു. ഓരോ ഭക്തനും, ഏത് ഭക്തനായിക്കോട്ടെ, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഫലം നൽകി സായീശ്വരൻ അനുഗ്രഹിക്കുന്നു. ഏത് വിശ്വാസി ആയിക്കോട്ടെ, ഒരാൾ ആഗ്രഹിക്കുന്നത് ഏൽക്കൂലല്ലോ മറ്റൊരാൾ ആഗ്രഹിക്കുക. അവരാഗ്രഹിക്കുന്നതല്ലല്ലോ വേറൊരാൾ ആഗ്രഹിക്കുക. അപ്പോൾ എന്താഗ്രഹിച്ചാലും ശരി, തന്നെ ഉറച്ച വിശ്വാസിയാണെങ്കിൽ ബാബ അവരെ കൈവിടില്ല. അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ബാബ കൊടുക്കുകയും ചെയ്യും. ഫലം നൽകി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ അവർ സാധിച്ചു കൊടുക്കും. സായിശ്വരൻ അനുഗ്രഹിക്കുന്നു. സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കണം. ഈ ഉപനിഷത്ത് തത്വം എങ്ങനെ നടപ്പിലാക്കണമെന്ന് ബാബ ആചരിച്ച് കാണിച്ചു തന്നു. സമസ്ത ജീവജാലങ്ങളിലും ഭഗവത്ഗീതയിലെ പറയുന്ന അതേ തത്വം തന്നെ. ഭഗവത്ഗീതയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, സമസ്ത ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ആര് വെറും മനുഷ്യരൂപത്തിൽ കാണുന്നുവോ അവർ മൂഢന്മാരാണ്. സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന എന്നെ ആര് കേവലം മനുഷ്യരൂപത്തിൽ കാണുന്നുവോ അവർ മൂഢന്മാരാണ്. അതുതന്നെയാണ് ബാബ ഈ 9ാമത്തെ ഭിക്ഷാടനം എന്നുള്ള അധ്യയനത്തിൽ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. വളരെ സിമ്പിളായി, വളരെ ലളിതമായ ഭാഷയിൽ ഹേമന്ത് പാന്തേ നമുക്ക് ആ കാര്യം മനസ്സിലാക്കി തരുന്നു. സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കണം. നമ്മളെ കൺമുമ്പിൽ കാണുന്ന, നമ്മളെ കൺമുന്നിലുള്ള എല്ലാത്തിലും ജീവജാലങ്ങളിലും ചെടികളിലും സസ്യങ്ങളിലും ഒക്കെ ഈശ്വരനെ ദർശിക്കാൻ നമുക്കാവണം. അത് വളരെ നല്ലപോലെ പരിശീലിക്കണം. ആ കാര്യമാണ് 3-4 ഉദാഹരണത്തിൽ കൂടി ബാബ നമ്മളെ മനസ്സിലാക്കി തന്ന. അപ്പം നമ്മൾ പോയിന്റ് ഇതിൽ ഈ 9ാമത്തെ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കണം. അപ്പൊ സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കണം എന്നുള്ളത് വ്യത്യസ്ത ഉദാഹരണങ്ങളിൽ കൂടി ബാബ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. ഉദാഹരണങ്ങൾ പറയുമ്പോഴാണല്ലോ നമുക്ക് ഒരു കാര്യം മനസ്സിൽ ഉറക്കുക. അതിനുവേണ്ടി ആ കാലഘട്ടത്തിൽ നടന്ന 3-4 സംഭവങ്ങൾ ഒരു ചെറിയ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട 3-4 കാര്യങ്ങൾ ബാബ ഹേമന്ത് പാന്ത് നമ്മളോട് പറഞ്ഞു തന്നു അല്ലേ. 3-4 കാര്യങ്ങൾ. ഷിർദിയിലേക്ക് ഒരു അമ്മയും മകനും ഷിർദിയിലേക്ക് പോകുന്നു. വീട്ടിലെ കാര്യം അച്ഛനെ ഏൽപ്പിക്കുന്നു. മകൻ അടിയുറച്ച സായി വിശ്വാസിയാണ്. വീട്ടിലെ അച്ഛനോട് നിത്യേന പൂജ ചെയ്തതിന് ശേഷം മാത്രമേ ജലപാനം പോലും കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഷിർദിയിലേക്ക് പോയാൽ ഈ പൂജ മുടങ്ങിപ്പോവല്ലോ എന്നുള്ള ഒരു തോന്നിച്ച മകൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു ഞാനത് ചെയ്തോളാന്ന്. അങ്ങനെ അമ്മയും മകനും ഷിർദിയിൽ പോയി കുറച്ച് ദിവസം അവിടെ താമസിക്കാന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ്. അച്ഛൻ കൃത്യമായിട്ട് 2-3 ദിവസമല്ലോ അച്ഛൻ കൃത്യമായി പൂജ ചെയ്തു. ഒരു ദിവസം അച്ഛൻ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ, പ്രസാദം എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് പ്രസാദം കാണുന്നില്ല. അപ്പം അന്ന് രാവിലെ പൂജ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അന്നേരം മാത്രമേ അച്ഛൻ അറിയുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ബാബയ്ക്കൊരു കത്തെഴുതി. ഇങ്ങനെ പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി, ബാബ ക്ഷമിക്കണേ എന്നും പറഞ്ഞ് ഒരു കത്തെഴുതി. അതേ സമയം അങ്ങ് ഷിർദിയിൽ നടക്കുന്നത് എന്താ, ബാബ ഈ സ്ത്രീയോട്, ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അവിടെ നിന്ന് ചോദിക്കുന്നത് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ പോയാലും എനിക്ക് ഞാൻ പൂജാ റൂം എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പൂജാ റൂമിൽ പോയാലും എനിക്ക് നിവേദ്യമായിട്ട് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഭയങ്കര വിശപ്പോട് കൂടി മടങ്ങി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അമ്മക്ക് മനസ്സിലായില്ല, മകന് മനസ്സിലായി കാര്യം. മകനപ്പട അച്ഛനെ ബാബയോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും ഇതായിപ്പോയോ, മറന്നുപോയോ? ബാബ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ആ മുടങ്ങിയ പൂജ ഞാൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു വേണ്ട, അതിന് പരിഹാരമായിട്ട് ഇവിടെ നിന്ന് നീ ഒരു പൂജ ചെയ്താൽ മതി. അപ്പോൾ അങ്ങ് അച്ഛനും അത് പറ്റിപ്പോയി. ബാബ ആ കാര്യം അറിയുകയും ചെയ്തു. അപ്പം അത്രയും ദൂരെ നടക്കുന്ന ഒരു സംഭവം ബാബ അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നത്, ബാബ നമ്മുടെ ഹൃദയവാസിയാണ്. ബാബയുടെ അടുക്കിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ബാബ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്ന സംഭവമാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാബ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പിന്നെ ഒരിക്കൽ ചുറ്റും ചിലപ്പോൾ മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അത് കൂടാതെ മറ്റ് ജീവജാലങ്ങളുണ്ടെങ്കിൽ നായിയോ പൂച്ചയോ പന്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഭക്ഷണം കൊടുക്കും. എല്ലാം ബാബയും അവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്? സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബാബ മറ്റൊരു ഉദാഹരണം, അമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു നായി വന്നു. അമ്മ എന്ത് ചെയ്തു? കുറച്ച് ഭക്ഷണം നായ്ക്ക് കൊടുത്തു. കാരണം ബാബ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സമസ്ത ജീവജാലങ്ങളിലും വസിക്കുന്നത് ഒരേ ചൈതന്യമാണ്. അത് പഠിച്ചാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കുകയും വേണ്ടേ. അമ്മ അവർക്കത് മനസ്സിലായി. അമ്മ എന്ത് ചെയ്തു? നായി വന്നേരം ആദ്യം നായ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ഒരു പന്നി വന്നേരം പന്നിക്കും കൊടുത്തു. അതിനുശേഷമാണ് അമ്മയും മോനും ഭക്ഷണം കഴിച്ച്. അത് കഴിഞ്ഞ് മധ്യാഹ്നം തന്നെ, ഉച്ചക്ക് തന്നെ ബാബയെ കാണാൻ വേണ്ടി മസ്ജിദിൽ പോയാലും ബാബ ഇങ്ങോട്ടേക്ക് പറഞ്ഞു, എനിക്കിന്ന് നിങ്ങൾ നല്ല പോലെ എന്നെ തീറ്റിച്ചു അല്ലേ. അപ്പം അവർക്ക് കാര്യം മനസ്സിലായില്ല. അന്നേരം പറഞ്ഞ്, നിങ്ങൾ ഭക്ഷണം ഇരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ വന്ന നായ ഉണ്ടല്ലോ അത് ഞാനായിരുന്നു, അവിടെ വന്ന പന്നി ഉണ്ടല്ലോ അത് ഞാനായിരുന്നു. അന്നേരമാണ് അവർക്ക് കാര്യം ഒന്നും കൂടി മനസ്സിലായേ. അപ്പോൾ സമസ്ത ജീവജാലങ്ങളിലും ചൈതന്യ രൂപത്തിലിരിക്കുന്നത് ഒരേ ചൈതന്യം തന്നെയാണ്, അത് ഭഗവാനാണ് എന്നുള്ള രൂപത്തിലാണ്. രൂപം ഒന്നും കൂടി നമ്മളെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ബാബ ആ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ പിന്നീട് ബാബ പറഞ്ഞത്, ഈ അമ്മ ഷിർദിയിലേക്ക് ബാബേൻ്റെ അടുക്ക ഒരാൾ പോകുന്നതെന്ന് പറയുമ്പോൾ ബാബക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പേട കൊടുത്തു. അയാളെ ബാബേനെ രാവിലെ പോയപ്പാട് ബാബേനെ ദർശിച്ചു. ബാബേൻ്റെ ആ സമയത്ത് പേട കൊടുക്കാൻ മറന്നു. പിന്നെ ഉച്ചക്ക് അദ്ദേഹം വീണ്ടും വന്നേരം പേട എടുത്തില്ല, മറന്നുപോയി. ബാബ അങ്ങോട്ടേക്ക് ചോദിച്ച്, നീ എനക്കെന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് ചോദിച്ചു.
ഞാൻ ബാബേനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, ബാബേൻ്റെ അടുക്ക ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അന്നേരം ബാബ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തി, നീ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞു തരാം, നിൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ നിൻ്റെ അടുക്ക എനിക്ക് തരാൻ വേണ്ടി ഒരു മധുരപലഹാരം തന്നിട്ടില്ലേ, അതൊടുത്തു. അന്നേരമാണ് അയാൾക്ക് ഓർമ്മ. അയാൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഓടിപ്പോയിട്ട് ആ മധുരപലഹാരം എടുത്തിട്ട് ബാബക്ക് കൊടുത്തു. പറ്റിപ്പോയ തെറ്റിനെ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. ബാബയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. ബാബ ആ കിട്ടിയ ഭക്ഷണം അപ്പാട് കഴിച്ചു. ഇത് നമ്മൾക്ക് ബാബക്ക് ആ ഭക്ഷണ പേടയോട് ആഗ്രഹം ഉണ്ടെന്നോ എന്നുള്ള രൂപത്തിലല്ല നമ്മൾ എടുക്കേണ്ടത് ദൂരെയുള്ള സംഭവം പോലും ഋഷീശ്വരന്മാർ അറിയുന്നു. ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഹൃദയവാസിയാണ്. ഈ കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 9-ാം അധ്യായത്തിൻ്റെ അവസാനം ഈ സംഭവം കൂടി ഹേമന്ത് പന്ത് നമ്മളോട് പറഞ്ഞു തന്നെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സായി സച്ചരിതം ഇന്നത്തെ 9-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ 10-ാം അധ്യായമാണ് ഇനി പറയേണ്ടത്. ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുന്നു. എല്ലാ ആൾക്കാരും എന്ത് വേണം, ഈ സായി സച്ചരിതം ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്തിട്ട് കൂടുതൽ അംഗങ്ങളെ കൊണ്ട് ഇത് കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഓരോരോ ആൾക്കാരും ഉണ്ടാക്കണം. അതാണ് സായിയോടുള്ള നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാർക്കും സായിയുടെ പേരിൽ ഇന്നത്തെ ഇതിൽ ഒക്കെ സായിയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഭക്തന്മാർക്കും ഓം ശ്രീ സായിയെ സായീശ്വരായ നമഃ.